നമുക്ക് കമ്പോസ്റ്റ് പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മഴ കൊള്ളാത്തതും ചെറിയ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനൊരു സ്ഥലം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഭാഗം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു റൗണ്ടിലുള്ള അടപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു പോട്ട് പോലത്തെ അത് എടുത്ത് വയ്ക്കുക. പിന്നെ വീണ്ടും അതുപോലത്തെ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് വീണ്ടും ഒരെണ്ണം സെറ്റ് ചെയ്യുക. വീണ്ടും അതുപോലത്തെ ഒരെണ്ണം സെറ്റ് ചെയ്യുക. അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു പോട്ട് വയ്ക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ആ കണ്ടെയ്നറിൻ്റെ അടപ്പ് വയ്ക്കുക. അത് നമ്മൾ അരിപ്പ പോലത്തെ മൂടി വയ്ക്കുന്നത് ഇതിലാണ്. അപ്പം അതും കൂടെ വെച്ച് സെറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്ന ആദ്യത്തെ കണ്ടെയ്നറിൽ വേണം വേസ്റ്റ് നിറയ്ക്കുക. ആ വേസ്റ്റ് നിറയുമ്പോൾ അതിന് ഏറ്റവും ബോട്ടം അടിയിൽ വയ്ക്കുക. ദെൻ അപ്പോൾ സെക്കൻഡ്, അതായത് മിഡിലിരിക്കുന്നത് മുകളിൽ വരും. എന്നിട്ട് അത് നിറയുമ്പോൾ വീണ്ടും അതിനടിയിലാക്കുക. അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ആ ഇനോക്കുലം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ചകിരിച്ചോറും സെറ്റ് ചെയ്തിട്ടുള്ള ആ ഇനോക്കുലം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുട്ടിനെ നനയ്ക്കും പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നനച്ച് ഒരു 2 ചിരട്ട ആണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ഒരു ലെയർ ആവുന്ന കണക്കിന് അതിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നതിന് ചെറിയൊരു നനവുണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 18 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനോക്കുലം ഇതിൽ ഇട്ടതിന് ശേഷം 18 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത്ര നേരം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിലോട്ട് വേസ്റ്റുകൾ ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ 18 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിതിൽ വേസ്റ്റ് ഇടാൻ പോകും. നമ്മളിപ്പോൾ കിച്ചൺ വേസ്റ്റുകളാണ് ഇടുന്നത്. ചെറിയ പീസസ് ആയിട്ടോ അല്ലാതെ ഇങ്ങനെ വേണം നമുക്കിടാൻ. ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തലേദിവസം ഇട്ടതുപോലെ ചെറിയൊരു നനവോടുകൂടെയുള്ള ആ ഒരു ചകിരിച്ചോറ് മിക്സ് ചെയ്ത അത് ഇടണം. നമ്മൾ വീണ്ടും അതും ഒരു ലെയർ ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ കമ്പോസ്റ്റ് ബിൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മാക്സിമം വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകൾ വേണം ഇടാൻ. കാരണം വേസ്റ്റിൽ വെള്ളം വീണാൽ പുഴു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം കണ്ടന്റ് ഇല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകൾ വേണം ഇടാൻ. നമ്മൾ ഈ ചകിരിച്ചോറ് അത് ആ ഇനോക്കുലം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആ മൂടി അടച്ചൊന്ന് വയ്ക്കുക. ഇത്രയാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ബിന്നിൽ സെറ്റ് ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റ് ബിൻ നമ്മൾ ഇത്രയും ലെയറായിട്ട് 3 ലെയറായിട്ട് വയ്ക്കുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചെറിയ തട്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊന്ന് മറിഞ്ഞ് വീഴുക അങ്ങനെ ചാൻസ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ഒരെണ്ണം ഫസ്റ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അത് നിറയണ അനുസരിച്ച് അതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് 45 ഡേയ്സിനുള്ളിൽ ഇതൊരു കമ്പോസ്റ്റായി മാറുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ വയ്ക്കുന്ന വേസ്റ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് വാട്ടർ കണ്ടൻ്റൊക്കെ ഉള്ളത് അത് ഈ പ്ലേറ്റിൽ വീഴും. അത് നമുക്ക് ഇട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് പച്ചക്കറികൾക്കോ മറ്റ് പൂച്ചെടികൾക്കോ നമുക്കതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.